ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയവിടേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സ് അഥവാ അഗ്നിവീർ വായു വരുന്ന റിക്രൂട്ട്മെൻറ്റ് 2027 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, അഗ്നിപഥ് പദ്ധതിക്ക് കീഴിലെ അഗ്നിവീർ വായു 2027 ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് അവിവാഹിതരായ പുരുഷ സ്ത്രീ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങി ഇന്ത്യൻ എയർഫോഴ്സ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ റിക്രൂട്ട്മെൻറ്റിലൂടെ യുവതിയുവാക്കൾക്ക് 4 വർഷത്തേക്ക് എയർഫോഴ്സിൽ സേവനമനുഷ്ഠിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. 2026 ജനുവരി 12 രാവിലെ 11 മണിക്കാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുക. അതേപോലെ 2026 ഫെബ്രുവരി 1 രാത്രി 11 മണി വരെ അപേക്ഷിക്കാനുള്ള അവസരം. iif.recruitment.edcil.co.in എന്ന ഔദ്യോഗിക റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ വഴി മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. ആദ്യഘട്ട ഓൺലൈൻ പരീക്ഷ 2026 മാർച്ച് 30-നും 31-നുമായിട്ട് നടക്കും. പ്രായപരിധി 2026 ജനുവരി 1-നും 2009 ജൂലൈ 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ സമയത്ത് പരമാവധി പ്രായപരിധി 21 വയസ്സാണ്. അവിവാഹിതരായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ യോഗ്യത ഉണ്ടാവുകയുള്ളൂ. കൂടാതെ 4 വർഷ കാലയളവിൽ അവിവാഹിതരായി തുടരണമെന്ന നിബന്ധനയുമുണ്ട്. അതേപോലെ വിദ്യാഭ്യാസ യോഗ്യതകൾ സയൻസ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ പഠിച്ച് കുറഞ്ഞത് 50% മാർക്കോടെ +2 പാസ്സായിരിക്കണം. ഇംഗ്ലീഷിൽ 50% മാർക്ക് നേടിയിരിക്കണം. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും അനുബന്ധ തൊഴിലധിഷ്ഠിത യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. സയൻസ് ഇതര വിഭാഗത്തിലുള്ള അപേക്ഷകരും അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള പരീക്ഷ എഴുതിയവരും ഇതേ മാർക്കോടെ +2 പാസ്സായവരും ആയിരിക്കണം. തിരഞ്ഞെടുപ്പ് പ്രക്രിയ 3 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യം ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ്. തുടർന്ന് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റുകളും അതേപോലെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റുകളും, ശേഷം മെഡിക്കൽ പരിശോധന എന്നിവ നടത്തും. ഓൺലൈൻ ടെസ്റ്റിൽ നേടിയ നോർമലൈസ്ഡ് മാർക്കുകൾ അടിസ്ഥാനമാക്കി അടുത്ത ഘട്ടത്തിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് സംസ്ഥാനം തിരിച്ചായിരിക്കും നടത്തുക. ശമ്പളം വരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അഗ്നിവീർ വായു ഉദ്യോഗാർത്ഥികൾക്ക് വാർഷിക വർധനവോടെ പ്രതിമാസം 30,000 രൂപ ശമ്പളം ലഭിക്കും. 4 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷം ഏകദേശം 10.04 ലക്ഷം രൂപയുടെ സേവന നിധി പാക്കേജ് ലഭിക്കും. ഇടനിലക്കാർക്കെതിരെ ജാഗ്രത പാലിക്കാൻ IAF ഉദ്യോഗാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ പൂർണ്ണമായിട്ടും മെറിറ്റ് അടിസ്ഥാനത്തിലുള്ളതും സുതാര്യവുമാണെന്നും IAF വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.